മുകളിലത്തെ ട്രെയിൽ സാധനം ഉണ്ടെങ്കിൽ എവിടെയും ചാരി വെക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചസിൻ്റെ അവിടെ നിന്ന് പറഞ്ഞു പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പ്ലാസ്റ്റിക് ആണ് മെയിനായിട്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ പണി നമുക്ക് ചെയ്തില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷർട്ടിൻ്റെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ടാണ്. ഞാൻ ഈ ട്രോളി ബാഗിൻ്റെ വെയിറ്റ് എല്ലാം കിട്ടും നോക്കി നടന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അവസാനം നമ്മൾ ട്രാവൽ ബാഗിൻ്റെ കള്ളിയാണ് നോക്കി നടന്നത്. അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവസാനം ഇതേപോലെ 2 പീസ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷർട്ടിൻ്റെ പീസാണ്. അപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഇനി ട്രാവൽ ബാഗിൻ്റെ പീസ് എല്ലാം കിട്ടുമ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഞാൻ ഇതേപോലെ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് വെൽഡിങ്ങിൻ്റെ പരിപാടിയൊന്നുമില്ല. ഇന്ന് നമ്മളൊരു ടൂൾ ബോക്സ് പരിചയപ്പെടുത്താനാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ടൂൾ ബോക്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയതും. അപ്പോൾ ഇത് തപാരിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ 19 ഇഞ്ചിൻ്റെ ടൂൾ ബോക്സ് ആണ്. ഇത് ചെറുതുമുണ്ട്, ഇതിൽ ചെറുതായിട്ടുള്ള ചെറിയ ബോക്സുകളും അവൈലബിൾ ആണ്. ഇതിപ്പം MRP 1655 കൊടുത്തിരിക്കുന്നത് 19 ഇഞ്ചിൻ്റെ. ഞാനിത് വളരെ റേറ്റ് കുറച്ചാണ് മേടിച്ചത്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ നിന്നാണ്. പുള്ളി നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ തന്നെ തന്നു. ഇപ്പോൾ ഓൺലൈനിൽ ആണെങ്കിലും നമുക്ക് ഈ MRP റേറ്റ് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ MRP റേറ്റൊക്കെ തന്നെയാണ് അവന്മാർ കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ടൂൾ ബോക്സ് ആണ്. മേളിൽ നമുക്ക് സെപ്പറേറ്റ് ചെറിയ ടൂൾസുകളൊക്കെ ഇടാനും കൊണ്ടു കിടക്കാനൊക്കെ നല്ല ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം ഞാനിതെടുത്ത് ഒന്ന് അപ്ലോഡ് ചെയ്യണം, നിങ്ങളുടെ മേടിക്കാൻ താല്പര്യമുള്ളവർക്കൊന്ന് പരിചയപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ബക്കിൾസ് ഈ ടൈപ്പാണ്, പ്ലാസ്റ്റിക്കാണ്. ഇത് പ്ലാസ്റ്റിക്കിന് പകരം മെറ്റലായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായമാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതേപോലെ നമുക്കൊരു ട്രേയും കൂടെ തന്നിട്ടുണ്ട്. നമുക്ക് എപ്പോഴും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇടാം. ബാക്കി നമുക്ക് എപ്പോഴും ഉപയോഗിക്കാത്തത് നമുക്ക് അടിയിലോട്ട് നമുക്ക് ട്രേയിൽ ഉപയോഗിക്കാം. ആ ഒരു സെറ്റപ്പിലാണ്. അത്യാവശ്യം ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട്. തറയിൽ വീണാൽ എന്തായാലും പൊട്ടും, ആ ക്വാളിറ്റിയാണ് ഉള്ളത്. അപ്പം തറയിൽ എടുത്ത് ഇടാതെ കൊണ്ടു കിടക്കാൻ പറ്റിയവർക്കൊരു ഇതാണ്. ഇല്ലെങ്കിൽ പിന്നെ തകരപ്പെട്ടി അങ്ങനെ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഫൈബറാണ്. അപ്പോൾ അത്യാവശ്യം ഇതേപോലെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് സാധനങ്ങൾ വെക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ടൂൾസും നമ്മുടെ ഹാമർ, ഡ്രില്ല് മെഷീൻ, ചെറിയ ഡ്രില്ല് മെഷീനൊക്കെ നമുക്കിത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇത് ഇങ്ങനെ ഡോറ് മുകളിലത്തെ തുറന്ന് വിടുമ്പോൾ ഇതേപോലെ മലന്നങ്ങ് പോവുകയാണ്. മലന്ന് പോകാമെന്ന് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ ഐറ്റംസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് വിടുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പിടുത്തം വരും. അപ്പം ഇങ്ങനെ വലിഞ്ഞങ്ങ് പോവുകയാണ്. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ടൂൾസ് കാണാം, ചെറിയ ഐറ്റംസൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് വരും. അപ്പോൾ നമ്മൾ തുറന്ന് വിടുമ്പോഴത്തേക്ക് അങ്ങ് മലന്ന് പോവുകയാണ്. പിന്നെ ലോക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. അതിൻ്റെ ബക്കിൾസിന് നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് അത്യാവശ്യം. വാക്കില്ലാതെ പിടിച്ചാൽ ഒടിഞ്ഞു പോകുമെന്ന് അറിയത്തില്ല. നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടറിയാം. അപ്പം കറക്റ്റായിട്ട് നമ്മൾ വെച്ച് സെറ്റ് ചെയ്തൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നല്ല കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു ബോക്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലോക്കിന് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മേടിച്ചത് 19 ഇഞ്ചിൻ്റെ ടൂൾ ബോക്സ് ആണ്. ഇതിൽ 19 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളു 19 ഇഞ്ച് കിട്ടത്തില്ല. ഇപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. പുറമേ ഉള്ള അളവാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഉള്ളു ഒരു 19 ഇഞ്ച് കിട്ടത്തില്ല. ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ പുറം ഭാഗത്ത് നിന്ന് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ബോക്സിൻ്റെ ടോട്ടൽ ലെങ്താണ് അവർ 19 ഇഞ്ച് പറയുന്നത്. വീതി നമുക്ക് ഇതേപോലെ 9.5 ഇഞ്ചും കിട്ടുന്നുണ്ട്. ഇവിടം തൊട്ട് പിടിക്കുമ്പോഴാണ് നമുക്ക് ഈ 9.5 ഇഞ്ച് കിട്ടുന്നത്. വീതി നമുക്ക് 9.5 ഇഞ്ചാണ് ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലെ അളവും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഉള്ളിലത്തെ അളവ് നമ്മൾ ഇവിടുന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ട്രേ വരുന്ന ഏരിയ ആണ്. അപ്പോൾ നമുക്കതിൻ്റെ അകത്ത് മുകൾ വശം നമുക്കൊരു 17.5 ഇഞ്ച് നമുക്ക് ഏകദേശം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ആ ചുവട് ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്ക് അടുത്തടുത്താണ് വരുന്നത്. നമുക്ക് ഉള്ളു നോക്കുമ്പോൾ മുകൾ വശം ഒരു 17.5 കൂട്ടം നമുക്ക് 17.4 17.5 അത്രേ ഉള്ളൂ നമുക്ക് ഉള്ളു. ഇവിടെ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. 19 ഇഞ്ചിൻ്റെ ബോക്സാണ് അവർ പറയുന്നത്. നമുക്കിവിടെ ചുവട്ടിൽ എത്ര വീതി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ചുവട്ടിലിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 16.5 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഉള്ളു കിട്ടുന്നത്. വീതി നോക്കുമ്പോൾ നമുക്കൊരു 7 ഇഞ്ചാണ് കിട്ടുന്നത് വീതി അടിവശം. മുകൾ വശത്തിനെ കാട്ടി ഉള്ളു കുറവാണ് ചുവട് വശത്തിന്. മുകൾ വശം 9 ഇഞ്ചുണ്ട് നമുക്ക് വീതി.
താഴോട്ട് വരുമ്പോഴത്തേക്ക് വീതി കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അവർ. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൻ്റെ ഉൾവശം കിട്ടുന്നത്. അപ്പം ടൂൾ ബോക്സൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ അളവൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പോയി മേടിക്കാൻ. നമ്മൾ 19 ഇഞ്ച് എന്ന് കേട്ട് നേരെ പോയി 19 ഇഞ്ചിൻ്റെ അത്ര അളവുള്ള നമ്മളെ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നീളം ഇത് ഇത്രയും അളവാണ് നമുക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രശ്നമാണ്, ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിന് വേണ്ടി ഞാൻ പഴയ ഒരു തകരം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ തകരം നമുക്ക് വെട്ടി ഇതിനടിയിലത്തെ അളവിന് കട്ട് ചെയ്ത് ഇടാൻ പോവാണ്. കാരണം നമ്മൾ പെട്ടെന്ന് വെൽഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ എനിക്ക് ആയതുകൊണ്ട് നമ്മൾ ചുറ്റിലും ടൂൾസും ചെറിയ മുനയുള്ള ഐറ്റംസും പ്ലേറ്റുകളൊക്കെ എടുത്ത് ഇടുന്നതാണ്. അപ്പോൾ മുനയുള്ള ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്, നമ്മുടെ പണിയിൽ വരും. അപ്പോൾ നമുക്കത് കൊണ്ടുപോകുമ്പോൾ ഇത് ഇടുന്ന വഴി ശ്രദ്ധിക്കാതെ നൈസ് നമ്മുടെ കയ്യിൽ നിന്ന് വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതേപോലെ തകരം കറക്റ്റ് അളവ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തതിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ചെവിട് പൊട്ടിപ്പോകാതെ നമുക്ക് കൊണ്ട് നടക്കാൻ എളുപ്പമായിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു പീസ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഇത് ചുമ്മാതെ നമ്മളിതിൽ ഇങ്ങനെ വെക്കുമല്ല, ഇതിനകത്ത് നമ്മൾ വേറൊരു പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ചൂട് നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കുമ്പോൾ ഉരഞ്ഞ് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം വളരെ ഒരുപാട് കനമുള്ള ഒരു ചൂടല്ല ഇതിന് ചുവട്ടിലുള്ളത്. അപ്പം ഉരഞ്ഞ് പെട്ടെന്ന് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതേപോലെ 4 ബുഷ് വാങ്ങിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇതേപോലെ സ്ക്രൂ ചെയ്ത് വെക്കാൻ പോവാണ് ബുഷ് ഇതിൻ്റെ ചൂട്ടിൽ 4 ലെഗായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ വലിയ ബലമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു 4 ബുഷ് ഇതേപോലെ ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് സ്ക്രൂ ചെയ്തിട്ട് നമ്മൾ അകത്ത് വെച്ച തകരത്തിനകത്തൂടെ നെട്ട് പോട്ടിട്ട് ഉറപ്പിക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ അവിടെ സെറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെ നമ്മൾ 4 ബുഷുകൾ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെറ്റ് ബോൾട്ടിട്ടാണ് മുറുക്കിയത്. അകത്തെ തകരത്തിൽ നിന്ന് നമ്മൾ ഹോളിട്ട് ഇതേപോലെ ഡ്രില്ല് ചെയ്ത് ഹോളിട്ടാണ് നമ്മളിത് മുറുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നെറ്റിട്ട് മുറുക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഊരി എടുത്ത് മാറ്റണ ഒരാവശ്യം വരുവാണെങ്കിൽ ഊരി മാറ്റാം. അതിനുവേണ്ടി ഞാൻ നെറ്റ് ബോൾട്ടിട്ട് ഇതേപോലെ 4 ബുഷുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഹൈറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവെക്കുമ്പോൾ നല്ല സീറ്റിംഗ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. എൻ്റെ ചെവിടും ഉരഞ്ഞ് നമുക്ക് പെട്ടെന്ന് നശിച്ചു പോകാതെ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനുള്ള ഇത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ബുഷ് സെറ്റ് ചെയ്തത്. അപ്പോൾ അകത്തെ വശം ഞാൻ കാണിച്ചു തരാം. അകം ഇതേപോലെ ഹോൾ ഇട്ടിട്ട് 4 സ്ക്രൂ ഇവിടുന്ന് അടിയിലോട്ടാണ് ഞാൻ നെറ്റിട്ട് മുറുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൈയൊക്കെ തട്ടി കീറാതെ ഇരിക്കും. അപ്പോൾ മുറിയത്തൊന്നും ഇല്ല. അതിനുവേണ്ടി ഞാൻ ഇതേപോലെ ഹോൾ ഇട്ടിട്ട് താഴെ സെറ്റ് ചെയ്ത് നെറ്റ് ബോൾട്ട് ഇട്ട് മുറുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഫിനിഷായിട്ട് ഇവിടെ ഇതേപോലെ സ്റ്റഡി ആയിട്ട് ഇരുന്നോളും. കൊണ്ടു കിടക്കാനും വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ടൂൾ ബോക്സിനകത്ത് സാധനങ്ങളെല്ലാം പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ പറക്കി വെച്ചപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് സ്ക്രൂ ഒക്കെ വാരിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടേപ്പൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തേക്ക് ഇതേപോലെ നമ്മുടെ പണി സാധനങ്ങളും ടെസ്റ്ററും ഒക്കെ നമ്മൾ മെയിനായിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം മുകളിലത്തെ നമ്മൾ ആ ട്രേയിൽ വെച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങൾ ഇതാണ് ഇപ്പം എൻ്റെ ടൂൾ ബോക്സിന് ഞാൻ വെച്ചിരിക്കുന്ന ഐറ്റംസ്. ഇത്ര ഐറ്റംസാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ എൻ്റെ പണി സാധനങ്ങളെല്ലാം ഇതിനകത്ത് കയറുന്നുണ്ട്. കുറച്ച് ചെറിയ ഒരു സ്ഥലക്കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എനിക്ക് വെൽഡിങ്ങിൻ്റെ. അപ്പോൾ എൻ്റെ ആംഗിൾ ഗ്രൈൻഡർ ഉൾപ്പെടെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് അടുക്കി വെക്കുവാണെങ്കിൽ ഇതേപോലെ നമുക്ക് സ്റ്റഡിയായിട്ട് ഇത് ഇരുന്നോളും. വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ വാരി വലിച്ചിടുവാണെങ്കിൽ ഇതിൽ സ്ഥലം കിട്ടത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഒതുക്കി വെക്കുവാണെങ്കിൽ എൻ്റെ ഐറ്റംസ് എല്ലാം പണി സാധനങ്ങളെല്ലാം ഇത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ ഈ ട്രേ ആണ്. ട്രേ നമ്മൾ തുറന്ന് വെച്ചിട്ട് അറിയാതെ നമ്മൾ മുകൾ വശം തുറന്ന് വെച്ചിട്ട് നമ്മൾ ടൂൾസ് എടുക്കാൻ വേണ്ടി മെയിൻ ഡോർ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ വെളിയിൽ പോവും. അപ്പോൾ അതാണ് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. സൈഡിലെങ്ങാനും ഈ ട്രേ കൊടുക്കുന്ന ഇച്ചിരി കൂടെ നല്ലത്. അപ്പോൾ നമ്മളിത് അറിയാതെ തുറന്ന് വെച്ചിട്ട് എടുത്ത് ഫുള്ളായിട്ട് മെയിൻ ഡോർ തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പിടിച്ച് പൊക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ തുറന്നങ്ങ് താഴെ പോവും. അതാണ് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴും വാരി ഇടാനാണ് നമുക്ക് സമയം കിട്ടത്തുള്ളൂ. അപ്പം എൻ്റെ ബാക്കി ഐറ്റംസ് എല്ലാം ഇതേപോലെ ഇങ്ങനെ ഇവിടെ സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ ഗ്ലൗസ് കൂടെ വെക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അതേ ഉള്ളൂ. ഇല്ല വേറെ വിഷയങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ആംഗിൾ ഗ്രൈൻഡർ സെപ്പറേറ്റ് വെക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ബാക്കി ഐറ്റംസൊക്കെ ഇതേപോലെ കൊള്ളും. ഇപ്പോൾ എത്ര ഐറ്റംസാണ് എനിക്ക് ഉള്ളത് എൻ്റെ പണി സാധനങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് അടച്ച് നോക്കാം.
അപ്പോൾ ഇതാണ് ഇതേപോലെ സെറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഞാനിതിൽ ചെറിയൊരു സെറ്റപ്പ് കൂടെ ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ട്രാ ഫിറ്റിങ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ മലന്നങ്ങ് പോവുകയാണ്. വെയിറ്റ് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇഞ്ചസിന് അവിടെ നല്ല പിടുത്തം വരുന്നുണ്ട്. അവിടെ നിന്ന് പൊളിഞ്ഞു പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഡോർ ഇങ്ങനെ എവിടെയെങ്കിലും ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട് ഡോറ് തുറക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സാധനം ഉണ്ടെങ്കിൽ മുകളിലത്തെ ട്രെയിൽ സാധനം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ചാരി വെക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചസിൻ്റെ അവിടെ നിന്ന് പറഞ്ഞു പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പ്ലാസ്റ്റിക് ആണ് മെയിനായിട്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയ പണിയും കൂടെ നമുക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ചെറിയൊരു പണിയും കൂടെ ഇതിനകത്ത് ഒരു ഉടായ്പ വഴിയും ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഡോറ് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയൊരു പരിപാടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വൈകിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സാധനം കിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷർട്ടിൻ്റെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ടാണ്. ഞാൻ ഈ ട്രോളി ബാഗിൻ്റെ ബെൽറ്റും എല്ലാം കിട്ടുമെന്ന് നോക്കി കിടന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ അവസാനം നമ്മൾ ട്രാവൽ ബാഗിൻ്റെ കൊള്ളി ഞാൻ നോക്കി കിടന്നത്, അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവസാനം ഇതേപോലെ 2 പീസ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷർട്ടിൻ്റെ പീസാണ്. അപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഇനി ട്രാവൽ ബാഗിൻ്റെ പീസും എല്ലാം കിട്ടുമ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെട്ട് ബോൾട്ടിട്ട് 4 നെട്ട് ബോൾട്ട് മുതൽ താഴെയും കൊടുത്തിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മറിഞ്ഞു പോകത്തില്ല, നമുക്ക് എവിടെയും കൊണ്ട് നൂത്ത് വെക്കാം. അപ്പോൾ സെറ്റപ്പായിട്ട് ഇപ്പം റെഡിയായി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളെ പെട്ടിയെക്കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തായാലും ഞാൻ ഉപയോഗിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പെട്ടി മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. റേറ്റ് ഒക്കെ ഇതാണ് 1500, 600 ആ റേഞ്ചിലാണ് ഇപ്പോഴും റേറ്റ് ഉള്ളത്. അപ്പോൾ ഓഫ്ലൈനിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, റേറ്റ് കുറഞ്ഞ് കിട്ടുമെങ്കിൽ അതാണ് ലാഭം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുപോലുള്ള വീഡിയോ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്, ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ കാണാമെന്ന പ്രതീക്ഷയെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഫ്രണ്ട്സ്. താങ്ക് യു.